മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാമത്തെ പൊതു ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. NDA സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഇല്ലാത്തതുകൊണ്ടും ഒപ്പം പൊതു തെരഞ്ഞെടുപ്പിന് ഇനി 2 വർഷം കൂടി ശേഷിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ബജറ്റിൽ കാര്യമായ ജനപ്രിയ പ്രഖ്യാപനങ്ങളോ വമ്പൻ പ്രഖ്യാപനങ്ങളോ ഉണ്ടാകില്ല എന്ന് പൊതുവെ തന്നെ നിരീക്ഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഈ സംസ്ഥാനങ്ങൾക്ക് കാര്യമായ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. എന്നാൽ സംസ്ഥാനങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോഴും അങ്ങനെ വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിവേഗ റെയിൽ പദ്ധതിയിൽ തമിഴ്നാടും പശ്ചിമ ബംഗാളും ഇടം പിടിച്ചപ്പോൾ കേരളം ആ പദ്ധതിയുടെ ഭാഗമായില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം ധാതുമണൽ ഖനന ഇടനാഴി, കടലാമ സംരക്ഷണ കേന്ദ്രം എന്നിവയാണ് കേരളത്തെ പരാമർശിച്ച ഈ പ്രധാനപ്പെട്ട പദ്ധതികൾ. ആയുർവേദ മെഡിക്കൽ കോളേജ്, നാളികേര വികസനം, കശുവണ്ടി കോക്കോ ബ്രാൻഡിംഗ്, കൈത്തറി, കരകൗശല വസ്തുക്കളുടെ പ്രോത്സാഹനം എന്നിവയും പ്രത്യക്ഷമായോ പരോക്ഷമായോ തന്നെ കേരളത്തിന് ഗുണകരമാകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ബജറ്റ് 2026 ആദായ നികുതിയിൽ ഘടനാപരമായ മാറ്റം ഒന്നും തന്നെ വരുത്തിയിട്ടില്ല. അതേസമയം നേരത്തെ പരിഷ്കരിച്ച നിയമം എന്നത് 2026 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വരും എന്ന് ധനമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. ഒപ്പം നികുതി നിയമങ്ങൾ ലഘൂകരിക്കുമെന്നും ബജറ്റിൽ പറയുന്നത് കാണാൻ സാധിച്ചിരുന്നു. വിദേശത്തേക്ക് പണം അയക്കുന്നതിന് നികുതി കുറയും എന്നത് കേരളത്തിലെ വലിയൊരു വിഭാഗത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്. കാരണം കേരളത്തിൽ നിന്ന് നിരവധിയായ കുട്ടികൾ ഇപ്പോൾ വിദേശത്ത് പോയി പഠനം നടത്തുന്നുണ്ട്. അവർക്ക് പഠന ആവശ്യങ്ങൾക്ക് അടക്കം പണം അയക്കുമ്പോൾ അതിൽ നികുതി കുറച്ചിരിക്കുന്നു എന്നത് അനുകൂലമാകുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഒപ്പം പ്രവാസികളുടെ ഓഹരി നിക്ഷേപ പരിധി എന്നത് 5% 10% ബജറ്റിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. വിദേശയാത്രയുടെ നികുതി 5% നിന്ന് 2% കുറയ്ക്കുകയും ചെയ്തു. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള നികുതി 5% നിന്ന് 2% കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വാഹന അപകട നഷ്ടപരിഹാര തുകയ്ക്ക് നികുതി ഇനി ഏർപ്പെടുത്തില്ല എന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കാർഷിക മേഖലയുടെ ഉന്നമനത്തിനു വേണ്ടി, കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ധനസഹായ പദ്ധതിയാണ് ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഒപ്പം സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. വനിതാ സംരംഭകർക്ക് ഷീമാർട്ട്, വനിതാ സംരംഭത്തിന് സഹായം എന്നിങ്ങനെ നീളുകയാണ് വനിതകൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ. ഒപ്പം പ്രമേഹം, ക്യാൻസർ ഉൾപ്പെടുന്ന മരുന്നുകൾ, അതായത് ഈ രോഗത്തിന് വേണ്ട മരുന്നുകളുടെ എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ 2 വിഭാഗത്തിലും പെട്ട മരുന്നുകൾക്ക് വില കുറയുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. 2026 ബജറ്റ് പൊതുവെ നിരീക്ഷിക്കുമ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുകയും ധനക്കമ്മി കുറയ്ക്കുക, വിലക്കയറ്റം പിടിച്ചു നിർത്തുക, അതോടൊപ്പം തന്നെ നാണ്യപ്പെരുപ്പത്തെ നിയന്ത്രിക്കുക, ഇത്തരം ലക്ഷ്യങ്ങളാണ് ഉന്നമിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം അമേരിക്ക ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള അധിക തീരുവയെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള നയങ്ങളും ഈ ബജറ്റിൽ പ്രകടമാകുന്നു. പ്രത്യേകിച്ച് ഫാർമ ഉൾപ്പെടെ യൂറോപ്യൻ യൂണിയനുമായി വ്യാപാര കരാറിൽ ഏർപ്പെടുമ്പോൾ ബാധകമാകുന്ന വിഷയങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകിയിട്ടുണ്ട് ബജറ്റിൽ എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ബയോ ഫാർമയ്ക്ക് വേണ്ടി 10,000 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത്. സെമി കണ്ടക്ടർ മിഷൻ 2.0 വേണ്ടിയിട്ടും പണം കണ്ടെത്തിയിരിക്കുന്നു. 40,000 കോടി രൂപയാണ് മാറ്റിവെക്കുന്നത്. ആധുനിക സാങ്കേതിക സംവിധാനങ്ങളിലെ മികവ് പുലർത്തുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. AI സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിട്ടുള്ള വാണിജ്യ വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളുമാണ് നമുക്ക് ബജറ്റിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. ബജറ്റ് പ്രസംഗം 1.5 മണിക്കൂറോളം നീളുന്ന ഒന്നായിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഈ ബജറ്റിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. അതേസമയം പ്രതിപക്ഷം ബജറ്റ് നിരാശപ്പെടുത്തുന്നു എന്ന വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.